നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കീഴാറ്റൂർ ഒറവംപുറത്ത് തെരുവുനായ വട്ടം ചാടി ബൈക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഒറ്റപ്പാലം മീറ്റ്നയിൽ മത്സ്യം പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താനായില്ല. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിക്ക് സമാനതകളില്ലെന്ന് മന്ത്രി MP രാജേഷ്. മാലിന്യ നിർമ്മാർജ്ജനം എല്ലാവരുടെയും ഉത്തരവാദിത്വമെന്നും മന്ത്രി. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാൾ നാടിന് സമർപ്പിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് നേതാക്കളാണെന്ന സത്യം പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്താലും ജനമനസ്സുകളിൽ നിന്ന് മായ്ക്കാനാവില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മപ്പാട്ടുകരയിൽ വെള്ളക്കെട്ടിന് കാരണമാകും വിധം സ്വകാര്യ വ്യക്തികൾ അടച്ച ഓവുചാൽ പോലീസിന്റെ സഹായത്തോടെ പഞ്ചായത്ത് അധികൃതർ തുറന്നു. ശക്തമായ കാറ്റിൽ തുവ്വൂരിൽ റെയിൽവേ പാതയുടെ സമീപം തേക്ക് മരങ്ങൾ കടപുഴകി വീണ് പുറത്തിറങ്ങാൻ കഴിയാതെ 18 കുടുംബങ്ങൾ. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് നെല്ലിപ്പുഴ മുണ്ടേക്കരാടിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പുല്ലശ്ശേരി നമ്പിയമ്പടി ശ്രാമ്പിക്കൽ അയൂബിന്റെ മകൻ അശ്വിനാണ് മരിച്ചത്. 18 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് അശ്വിൻ ഉറ്റമിത്രമായ പുല്ലശ്ശേരി സ്വദേശി ജോവാനൊപ്പം നെല്ലിപ്പുഴ മുണ്ടേക്കരാട് ഭാഗത്തെത്തിയത്. 2 ദിവസമായി തുടരുന്ന കനത്ത മഴയിൽ പുഴയിൽ ഒഴുക്ക് ശക്തമാണ്. അശ്വിൻ മുങ്ങിപ്പോകുന്നത് കണ്ട ജോവാൻ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിയെത്തുകയായിരുന്നു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേന സ്ഥലത്തെത്തി. നാട്ടുകാരും സേനാംഗങ്ങളും ചേർന്ന പരിശോധനയിൽ അശ്വിനെ കണ്ടെത്തി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുണ്ടൂർ യുവക്ഷേത്ര കോളേജിൽ ഹോട്ടൽ മാനേജ്മെന്റ് 1ാം വർഷ വിദ്യാർത്ഥിയാണ് അശ്വിൻ. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം കൂടെയുണ്ടായിരുന്ന ജോവാനെ വിട്ടയച്ചു. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവം അറിഞ്ഞ മുണ്ടേക്കരാട് കൗൺസിലർ കൂടിയായ നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ ആശുപത്രിയിലെത്തി. മൃതദേഹം എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി ചെയർമാൻ പറഞ്ഞു. തെരുവുനായ വട്ടം ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. കീഴാറ്റൂർ ഒറവംപുറം സ്വദേശി കൊപ്പൻ ഇബ്രാഹിമാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 6:30 പാണ്ടിക്കാട് ചൂരക്കാവിലാണ് അപകടം നടന്നത്. തെരുവുനായ വട്ടം ചാടിയതിനെ തുടർന്ന് ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു. കീഴാറ്റൂർ ഒറവംപുറം സ്വദേശി കൊപ്പൻ ഇബ്രാഹിമാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 6:30 പാണ്ടിക്കാട് ചൂരക്കാവിലാണ് അപകടം നടന്നത്. ഒറവംപുറത്ത് നിന്ന് പാണ്ടിക്കാട്ടേക്ക് ബൈക്കിൽ പോകുകയായിരുന്നു ഇബ്രാഹിം. ചൂരക്കാവ് സർവീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തെരുവുനായ വട്ടം ചാടുകയായിരുന്നു. നായയെ ഇടിച്ച് ബൈക്ക് മറിഞ്ഞു. ഇബ്രാഹിമിനെ ഉടൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഉച്ചയ്ക്ക് 2:30 മരണപ്പെട്ടു. പാണ്ടിക്കാടും പരിസരങ്ങളിലുമുള്ള തെരുവുനായ്ക്കൾ വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. ഒറ്റപ്പാലം മീറ്റ്ന തടയണക്കരികിൽ മത്സ്യബന്ധനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയെ 2ാം ദിവസത്തെ തിരച്ചിലിനൊടുവിലും കണ്ടെത്താനായില്ല. പാലപ്പുറം പാറക്കൽ വീട്ടിൽ യൂസഫാണ് കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ടത്. മായന്നൂർ പാലത്തിന്റെ സമീപ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഷൊർണൂർ ഫയർഫോഴ്സ് സംഘവും സിവിൽ ഡിഫൻസ് ഫോഴ്സും ചേർന്ന് 2ാം ദിവസമായ തിങ്കളാഴ്ച തിരച്ചിൽ നടത്തിയത്. ഏറെ നേരം തിരഞ്ഞെങ്കിലും ഫലം ഉണ്ടായില്ല. ഞായറാഴ്ച രാവിലെയാണ് മത്സ്യബന്ധനത്തിനിടെ 58-കാരനായ യൂസഫിനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. വലയെറിഞ്ഞപ്പോൾ കാൽവഴുതി പുഴയിൽ വീണതാകാം എന്നാണ് പോലീസിന്റെ നിഗമനം. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ഷൊർണൂർ ഫയർഫോഴ്സ് നേരം ഇരുട്ടും വരെ തിരച്ചിൽ നടത്തിയെങ്കിലും യൂസഫിനെ കണ്ടെത്താനായിരുന്നില്ല. പുഴയിലെ ശക്തമായ ഒഴുക്ക് തിരച്ചിലിന് പ്രതിസന്ധി ഉണ്ടാക്കി. അതേസമയം തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കണമെന്ന് യൂസഫിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു. നമ്മുടെ ജ്യേഷ്ഠനാണ് അതുപോലെ പുഴയിൽ മീൻ പിടിക്കാൻ മത്സ്യബന്ധനത്തിൽ പോയിട്ട് അതുപോലെ ഇന്നലെ 10 മണിയാകുമ്പോൾ പെട്ട്. അപ്പോൾ അതിനെ കണ്ടുകിട്ടാൻ വേണ്ടി ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഒരു യൂണിറ്റ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി കുറച്ചും കൂടി ആൾക്കാരും കൂടി ഒന്ന് തിരച്ചിലിനൊന്ന് സഹായിച്ചു തന്നാൽ ഒത്തിരി ഉപകാരമായിട്ടുണ്ടാവും. 3 നിലകളിലായി ആധുനിക സംവിധാനങ്ങളോടെ പെരിന്തൽമണ്ണ നഗരസഭ നിർമ്മിച്ച KT നാരായണൻ മാസ്റ്റർ സ്മാരക ടൗൺ ഹാൾ നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ടൗൺ ഹാൾ ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ ആവശ്യങ്ങൾക്കുതകുന്ന രീതിയിൽ പെരിന്തൽമണ്ണ നഗരസഭ അഭിമാനകരമായ നേട്ടമാണ് കൈവരിച്ചതെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. നഗരസഭയുടെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിയും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയും മന്ത്രി എടുത്തു പറഞ്ഞു. 3 നിലകളിലായി ആധുനിക രീതിയിൽ നിർമ്മിച്ച പെരിന്തൽമണ്ണ നഗരസഭയുടെ KT നാരായണൻ മാസ്റ്റർ സ്മാരക ടൗൺ ഹാൾ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കാലത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ പെരിന്തൽമണ്ണ നഗരസഭ വികസനം കൈവരിച്ചത് ഏറ്റവും അഭിമാനകരമായ നേട്ടമാണെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു.
സമാനതകളില്ലാത്ത പദ്ധതിയാണ് കേരളത്തിലെ ലൈഫ് മിഷൻ പദ്ധതി. ഈ ഭവന നിർമ്മാണ പദ്ധതിയിൽ 4,62,000 വീടുകൾ പൂർത്തിയാക്കി. 4 വർഷം കൊണ്ട് പെരിന്തൽമണ്ണ നഗരസഭയിൽ 1,600 പേർക്ക് വീട് ഒരുക്കാൻ സാധിച്ചു. ഇത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. പക്ഷേ നല്ല മികച്ച ഒരു ടൗൺ ഹാളാണ് ഈ നഗരസഭ ഇപ്പോൾ പണി പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ കാലത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു ടൗൺ ഹാൾ. നഗരസഭ ഭരണസമിതിയെ ചെയർപേഴ്സൺ ഷാജിയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ടൗൺ ഹാൾ മാത്രമല്ല, നഗരസഭ അനേകം മേഖലകളിൽ മികവ് കൈവരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പാർപ്പിട രംഗത്ത് കൈവരിച്ചിട്ടുള്ള നേട്ടം. 1,200 വീടുകളും 400 ഫ്ലാറ്റും ഉൾപ്പെടെ ഈ 4 വർഷം കൊണ്ട് 1,600 പേർക്ക് അടച്ചുറപ്പുള്ള വീട് വാസസ്ഥലം ഉറപ്പാക്കാൻ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നത് അഭിമാനകരമായിട്ടുള്ള നേട്ടം തന്നെ. മാലിന്യ സംസ്കരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെയും സർക്കാരിനെയും പോലെ ജനങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയിലെ വൃത്തിയുള്ള മികച്ച 100 നഗരങ്ങളിൽ കേരളത്തിൽ നിന്നും 8 നഗരങ്ങൾ ഇടം പിടിച്ചു. മാലിന്യ നിർമ്മാർജ്ജനത്തിനും പൊതുശുചിത്വത്തിനും പെരിന്തൽമണ്ണ നഗരസഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പി ഷാജി, വൈസ് ചെയർപേഴ്സൺ എ നസീറ, സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ്, മുഹമ്മദ് ഹനീഫ, അഡ്വക്കേറ്റ് ഷാൻസി, കെ ഉണ്ണികൃഷ്ണൻ, നെച്ചിയിൽ മൻസൂർ, പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ്, കൗൺസിലർ ഹുസൈന നാസർ, PP വാസുദേവൻ, വി രമേശൻ, ഇ രാജേഷ്, PTS മൂസു, കെ സുബ്രഹ്മണ്യൻ, നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ നഗരസഭാ ചെയർപേഴ്സൺമാരായ KT പ്രാമലത, സി ദിവാകരൻ, കെ സുധാകുമാരി, നിഷി അനിൽ രാജ് തുടങ്ങിയവരും പങ്കെടുത്തു. നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തെ പഴയ ടൗൺ ഹാൾ കെട്ടിടം പൊളിച്ചു നീക്കിയാണ് കൺവെൻഷൻ സെന്റർ മാതൃകയിൽ പുതിയ ടൗൺ ഹാൾ നിർമ്മിച്ചത്. 43 സെന്റ് സ്ഥലത്ത് 21,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് കെട്ടിടം പൂർത്തിയാക്കിയത്. ബേസ്മെന്റിൽ വാഹന പാർക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തി. 1-ാം നിലയിലെ ഡൈനിങ് ഹാളിൽ ഒരേ സമയം 300 പേർക്ക് ഇരിക്കാൻ സൗകര്യമുണ്ട്. 560 പേർക്ക് ഇരിക്കാവുന്ന ശീതീകരിച്ച മൾട്ടി പർപ്പസ് ഓഡിറ്റോറിയമാണ് ടൗൺ ഹാളിൻ്റെ പ്രധാന ആകർഷണം. ലിഫ്റ്റ്, അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ, അടുക്കള, മാലിന്യ നിർമ്മാർജ്ജനത്തിന് STP പ്ലാന്റ് ഇതെല്ലാം സജ്ജമാണ്. 12,69 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് കോൺഗ്രസ് നേതാക്കളാണെന്ന സത്യം പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്താലും ജനമനസ്സുകളിൽ നിന്ന് ആർക്കും നീക്കം ചെയ്യാനാവില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ചെർപ്പുളശ്ശേരിയിൽ മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ 61-ാം ചരമവാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യത്തിന്റെ പ്രാണവായു ശ്വസിച്ച് ജീവിക്കുന്നവരാണ്, ജീവിച്ചവരാണ്. സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിൽ പങ്കാളികളാകാൻ നമുക്ക് ഈ തലമുറയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിൻ്റെ സമര ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ സമരത്തിൻ്റെ ചരിത്രത്തിൽ പങ്കില്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞ ആളുകൾ, ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്ത ആളുകൾ, അവരിന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വളച്ചൊടിക്കാൻ അവർ പരിശ്രമിക്കുകയാണ്. തങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്ത സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ വളച്ചൊടിക്കാൻ അവരെത്ര പരിശ്രമിച്ചാലും പാഠപുസ്തകങ്ങളിൽ നിന്ന് മഹാത്മജിയെയും നെഹ്റുവിനെയും മാറ്റി നിർത്താൻ അവർ പരിശ്രമിച്ചാലും നമുക്കറിയാം, ജനമനസ്സുകളിൽ ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയവർക്ക് അവരിൽ അധികം പേരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ചെറുപ്പുളശ്ശേരി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ 61-ാം ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവുമാണ് തിങ്കളാഴ്ച ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ നടന്നത്. സ്വാഗത സംഘം ചെയർമാൻ PP വിനോദ്കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, KPCC വൈസ് പ്രസിഡന്റ് VT ബലറാം, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, മുൻ പട്ടാമ്പി MLA CP മുഹമ്മദ്, KPCC വക്താവ് സന്ദീപ് G വാര്യർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്
ജയഘോഷ്, DCC സെക്രട്ടറി ഒ വിജയകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഷെബീർ നിരാണി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അക്ബർ അലി, DCC അംഗം P സ്വാമിനാഥൻ, മൂസ പേങ്ങാട്ടി, T ഹരിശങ്കർ, KM ഇസാക്ക്, P സുബീഷ്, മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുലുക്കല്ലൂർ മപ്പാട്ടുകരയിൽ പൊതുവഴിയിൽ വെള്ളക്കെട്ടിന് കാരണമാകും വിധം സ്വകാര്യ വ്യക്തികൾ അടച്ച ഓവ് പോലീസിന്റെ സഹായത്തോടെ തുറപ്പിച്ച് പഞ്ചായത്ത്. വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് പഞ്ചായത്തിന് ബലമായി ഓവ് തുറപ്പിക്കേണ്ടി വന്നത്. കുലുക്കല്ലൂർ പഞ്ചായത്തിൽ 8ാം വാർഡിലെ 15ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്കുള്ള വഴിയിലാണ് വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. കാലങ്ങളായി ഈ വഴിയിലൂടെ വരുന്ന മഴവെള്ളം ഒലിച്ചുപോയിരുന്നത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കുള്ള ഓവിലൂടെയായിരുന്നു. ഇതാണ് സ്വകാര്യ വ്യക്തി കോൺക്രീറ്റ് ഇട്ട് അടച്ചത്. വെള്ളം ഒലിച്ചുപോകാൻ വഴിയില്ലാതായതോടെ ഈ ഭാഗത്ത് റോഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടു. മഴ മാറി ദിവസങ്ങൾ കഴിഞ്ഞാലും വെള്ളക്കെട്ട് ഒഴിഞ്ഞു പോകാത്ത വിധത്തിൽ തുടരുന്ന സാഹചര്യവും നിലവിൽ വന്നു. ഇതാണ് പ്രദേശവാസികൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടായി മാറിയത്. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് നടന്നുപോലും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ചെളിയും വെള്ളക്കെട്ടും ദുസ്സഹമായതോടെ പ്രദേശവാസികൾ പഞ്ചായത്തിൽ പരാതി നൽകുകയായിരുന്നു. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളർന്നതുമൂലം പ്രദേശത്തെ കുട്ടികൾക്കുൾപ്പെടെ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചിരുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ കോൺക്രീറ്റ് ഇട്ട് അടച്ച് ഓവ് പൂർവ്വസ്ഥിതിയിലാക്കാൻ പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടുവെങ്കിലും സ്വകാര്യ വ്യക്തികൾ എതിർക്കുകയായിരുന്നു. ശേഷം പഞ്ചായത്തിൽ വെച്ച് യോഗം ചേർന്നതിലും പഞ്ചായത്തുമായി സഹകരിക്കാൻ സ്വകാര്യ വ്യക്തികൾ തയ്യാറാവാതെ വന്നതോടെയാണ് പോലീസിന്റെ സഹായത്തോടെ പഞ്ചായത്ത് അധികൃതർ അടച്ച ഭാഗം ബലമായി പൊളിച്ചു നീക്കിയത്. പാട്ടുകര 8ാം വാർഡില് കാലങ്ങളായി ഒരു 10-12 ആളുകൾ താമസിക്കുന്ന ഒരു വീടുമായി ബന്ധപ്പെട്ടുള്ള റോഡിന്റെ വിഷയമാണിത്. അതായത് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിക്കുകയും അതോടനുബന്ധിച്ചിട്ട് ഈ വഴി കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് കാലങ്ങളായി പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളക്കെട്ട് അപ്പുറത്തുള്ള പ്രദേശവാസിയായ ഉടമ അത് അടയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് അനുഭവപ്പെടുകയും ചെളി വന്ന് നിറയുകയും അതിലൂടെ ഇവിടെയുള്ള ആളുകൾക്ക് നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള യാത്രയും വളരെ ദുഷ്കരമായ സാഹചര്യത്തിൽ വെള്ളക്കെട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ കുഞ്ഞു കുട്ടികൾക്ക് രോഗവും മഞ്ഞപ്പിത്തവും ടൈഫോയിഡും പോലുള്ള രോഗങ്ങൾ പകരുകയും അതേമാതിരി വെള്ളത്തിൽ അണുക്കൾ വന്ന് അവിടെ കൊതുക് പോലുള്ള സംഭവങ്ങൾ പടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികളായ ആളുകൾ സ്ഥല ഉടമയോട് സംസാരിക്കുകയും ഈ പണ്ട് പൂർവ്വകാലത്തുണ്ടായിരുന്ന നീരൊഴുക്ക് പോലെ തന്നെ പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായി അവരത് നിരസിക്കുകയും അതിനോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടി പഞ്ചായത്തിൽ പോയി ഒരു പരാതി പറയുകയും ആ പഞ്ചായത്തിൽ പോയി പരാതി പറഞ്ഞതിൻ്റെ ഫലമായി 2-3 പ്രാവശ്യം സിറ്റിംഗ് എന്നുള്ള രൂപത്തിൽ മധ്യസ്ഥപരമായുള്ള കാര്യങ്ങൾ നടക്കുകയും അതെല്ലാം വിഫലമായതിൻ്റെ ശ്രമത്തിൽ ഇന്ന് രാവിലെ പഞ്ചായത്ത് അധികൃതർ ബഹുമാനപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ ചെർപ്പുളശ്ശേരി SHOയുടെ സാന്നിധ്യത്തിൽ അവർ വന്ന് നിയമപരമായി ഈ പ്രദേശത്തുള്ള പൂർവ്വകാലമായി പോയിക്കൊണ്ടിരിക്കുന്ന ആ ചാല് പുനഃസ്ഥാപിക്കുന്ന പരിപാടിയാണ് ഇതുള്ളത്. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ടുകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും കുലുക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് V രമണി പറഞ്ഞു. കുലുക്കല്ലൂർ പഞ്ചായത്തിൽ മപ്പാട്ടുകര 8ാം വാർഡ് കുറ്റേരി പ്രദേശത്ത് നിലവിൽ പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു റോഡിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞ് ആളുകളുടെ വലിയ പരാതി പഞ്ചായത്തിൽ വന്നതിനെ തുടർന്ന് ഇന്ന് പരാതിക്കാരെയും അതേപോലെ തന്നെ ഇവിടെ നിലവിൽ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഈ റോഡ് സൈഡിലൊരു ഓവ് ഉണ്ടായിരുന്നു. ആ ഓവ് അടച്ചിട്ടുള്ള വ്യക്തിയെ നമ്മൾ പഞ്ചായത്തിലേക്ക് വിളിച്ചു ചേർത്ത് ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ള രൂപത്തിൽ ഞങ്ങളൊരു ചർച്ച നടത്തി. പക്ഷെ ഒരു കാരണവശാലും ആ വ്യക്തി ആ ഓവ് തുറക്കാൻ സന്നദ്ധനായില്ല. അപ്പം എന്തായാലും നിലവിലത്തെ ഇവിടെ വലിയൊരു വെള്ളക്കെട്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള ചളിയും കൂടിയാണ്. അത് മാത്രമല്ല ഈ ഒരു പ്രദേശം 7, 8, 9 വാർഡുകൾ മഞ്ഞപ്പിത്തം കൊണ്ട് ആകെ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശമുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെ മതിലിനോ ഒന്നും ഒരു പ്രശ്നം വരാതെ നിലവിൽ വെള്ളം ഒഴിഞ്ഞ് പോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഓവ് ഉണ്ടായിരുന്നു. ആ ഓവ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടെ പഞ്ചായത്ത് ആ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്.
ആ വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഒരു ബുദ്ധിമുട്ടും അവരുടെ മതിലിനോ അല്ലെങ്കിൽ മറ്റോ ഇല്ലാത്ത രൂപത്തിലാണ് നിലവിലുള്ള ഓവ് ഇവിടെ തുറക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. വെള്ളക്കെട്ട് ഒഴിവാക്കേണ്ടത് ഞങ്ങൾ നിലവിൽ 13-14 വാർഡ് കൂടിയ ഒരു പ്രദേശത്ത് 2 ദിവസം മുന്നേ ഇതേപോലെ തന്നെ പോയിട്ട് വെള്ളക്കെട്ട് നിലവിലുള്ള ഓവ് തുറന്ന് സ്വകാര്യ വ്യക്തി കെട്ടിയിട്ടുള്ള മതിൽ പൊളിച്ചില്ല, പക്ഷെ നിലവിലുള്ള ഓവ് തുറന്ന് വെള്ളക്കെട്ട് ഇതിനു മുമ്പ് ഞങ്ങൾ പഞ്ചായത്ത് ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. കാറ്റിനെ തുടർന്ന് റെയിൽവേ പാതയോരത്തെ തേക്ക് മരങ്ങൾ നിലം പൊത്തിയതോടെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാതെ കുടുംബങ്ങൾ. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ ലൈനിലെ തുവ്വൂരിലെ 18 കുടുംബങ്ങളാണ് കാൽനടയ്ക്ക് പോലും വഴിയില്ലാതെ പ്രയാസപ്പെടുന്നത്. 2019 റെയിൽവേ വഴിയടച്ചതോടെ കാൽനടയാത്രയെങ്കിലും സാധ്യമായിരുന്നു. എന്നാൽ മരങ്ങൾ കടപുഴകി വീണതോടെ ഇതും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തുവ്വൂർ കമാനത്ത് നിന്ന് റെയിൽവേ ലൈനിനോട് ചേർന്ന് 18 വീടുകളിലേക്കുള്ള വഴി ഉണ്ടായിരുന്നു. ചെറിയ വാഹനങ്ങൾ അടക്കം കടന്നുപോകുന്ന ഈ വഴിയാണ് കുടുംബങ്ങൾ വർഷങ്ങളായി ഉപയോഗിച്ചു പോന്നിരുന്നത്. എന്നാൽ റെയിൽവേയുടെ അധീനതയിലുള്ള ഈ വഴിക്ക് കരമടച്ചില്ല എന്ന പേരിൽ 2019 ഇത് അടച്ചു. വർഷങ്ങളുടെ കരം 6 ലക്ഷം രൂപയോളം വരും. സാധാരണ കുടുംബങ്ങളായതിനാൽ തന്നെ ഇത്രയും വലിയ തുക അടക്കുക എന്നത് സാധ്യവുമല്ല. ലൈഫിൽ വീട് അനുവദിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ടായി. രോഗികളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിലും ചുമന്ന് കൊണ്ടുപോകേണ്ട ഗതികേടിലാണ്. ഇത്തരം ദുരിതം അനുഭവിക്കുമ്പോൾ തന്നെയാണ് കാറ്റ് ഇരട്ടി ദുരിതമായത്. ആകെയുണ്ടായിരുന്ന നടവഴികൾ പോലും മരങ്ങൾ വീണതിനെ തുടർന്ന് ഇല്ലാതെയായി. വാർദ്ധക്യം ബാധിച്ചവർ, ഗർഭിണികൾ, ഭിന്നശേഷിക്കാർ തുടങ്ങി ഒട്ടേറെ പേരാണ് ഇതുമൂലം പ്രയാസം നേരിടുന്നത്. പല വീട്ടുകാർക്കും മുറ്റത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെയായിട്ടും നേരത്തെ അടച്ച വഴി താൽക്കാലികമായി തുറന്നു കൊടുക്കാൻ പോലും റെയിൽവേ തയ്യാറായിട്ടുമില്ല. പറയുമ്പോൾ അവർ ഏതോ ഈ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് നടത്തിയ നിയമമാണ് നമ്മളോട് പറയുന്നത്. റെയിൽവേയുടെ സ്ഥലമല്ലേ ഇറങ്ങാൻ. ഞങ്ങൾ ഈ 18 വീട്ടുകാർ ഒരു ദ്വീപിൽ കഴിയുന്ന പോലെയാണ്. ഞങ്ങളെ ആർക്കും വേണ്ട, പഞ്ചായത്തിന് വേണ്ട, ഉദ്യോഗസ്ഥർക്ക് വേണ്ട, രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ട, സംഘടനകൾക്ക് ആർക്കും വേണ്ട. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ ഇനി ഒരെണ്ണം ഇവിടെ കിടന്ന് ജീവൻ പോകേണ്ടി വരും എന്ന അവസ്ഥയിലേക്ക് എത്തിയേക്കണം. സുഖമില്ലാത്തവരെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഒരു സ്കൂൾ കുട്ടികളാണെങ്കിൽ സമയത്തിന് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. കാടായിട്ടും വഴിയില്ലാതെ ദുരിതങ്ങൾക്ക് അറിയാമല്ലോ, ഇതിൽ നടക്കുന്നവർക്ക് അറിയാം. നമ്മൾ പറയേണ്ടവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, അതായത് കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് പരാതി കൊടുത്തു, ചെല്ലേണ്ട സ്ഥലങ്ങളിൽ എല്ലാ പരാതികളും കൊടുത്തു. ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തി തരണമെന്നാണ് പറയാനുള്ളത്. ഓരോ ആൾക്കാരോടും ചോദിച്ചാൽ അവരുടെ ബുദ്ധിമുട്ടും വിഷമങ്ങളും അറിയാതെ. അപ്പോൾ ഗർഭിണികളായ സ്ത്രീകളുണ്ട് ഇവിടെ. ഇവർക്ക് രാത്രി പെട്ടെന്നൊരു വേദനയോ കാര്യം ഉണ്ടായാൽ ഇവരെ എങ്ങനെ കൊണ്ടുപോകും? എന്ത് മാർഗത്തിൽ കൊണ്ടുപോകും? ഒരു സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. അത്ര വിഷമത്തോടെയാണ് ഈ കാര്യങ്ങൾ പറയണത്. ഇതൊരു മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഇതിനൊരു പ്രതീതി ഉണ്ടാക്കി തരണമെന്നാണ് പറയാനുള്ളത്. മരങ്ങൾ റെയിൽവേയുടെ നേതൃത്വത്തിൽ തന്നെ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി മരങ്ങൾ ഉള്ളതിനാൽ അതിനും താമസം നേരിടേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, തുവ്വൂർ. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ രാത്രികാല മെമു സർവീസിനായി കാത്തിരിപ്പ്. പാതയിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മെമു സർവീസിന്റെ പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു. എന്നാൽ സർവീസ് തുടങ്ങുന്നത് നീണ്ടുപോവുകയാണ്. ഷൊർണൂർ നിലമ്പൂർ പാത വൈദ്യുതീകരിച്ചിട്ട് 1 വർഷത്തോളമായി. വൈദ്യുതീകരണം പൂർത്തിയായതോടെ പാതയിൽ മെമു ട്രെയിൻ സർവീസിന് സാധ്യത തെളിഞ്ഞിരുന്നു. മെമു സർവീസിന്റെ സാധ്യത പരിശോധിക്കാൻ കഴിഞ്ഞ ഫെബ്രുവരി 16 ട്രയൽ റൺ നടത്തിയിരുന്നു. വൈകാതെ സർവീസ് ആരംഭിക്കും എന്നാണ് കരുതിയത്. എന്നാൽ മെമു സർവീസ് ഇതുവരെയും തുടങ്ങാനായിട്ടില്ല. കോവൈ ഷൊർണൂർ മെമുവും എറണാകുളം ഷൊർണൂർ മെമുവും നിലമ്പൂരിലേക്ക് നീട്ടുന്നതിന് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. റെയിൽവേ അധികൃതർ ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. ഈ 2 ട്രെയിനുകളും ഷൊർണൂർ ജംഗ്ഷനിൽ നിർത്തിയിടുന്ന സമയം നിലമ്പൂരിലെത്തി തിരിച്ചു പോകാൻ അനുകൂല സാഹചര്യമാണുള്ളത്. രാത്രി 8:15 ഷൊർണൂരിൽ നിന്നും നിലമ്പൂർ ഭാഗത്തേക്ക് അവസാന ട്രെയിൻ. ഈ ട്രെയിൻ പോന്നാൽ പിന്നെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ്, തിരുവനന്തപുരം ഷൊർണൂർ വന്ദേ ഭാരത്, എറണാകുളം ഷൊർണൂർ മെമു, തിരുവനന്തപുരം ഷൊർണൂർ ജനശതാബ്ദി തുടങ്ങിയ ട്രെയിനുകളെല്ലാം 1 മണിക്കൂറിൽ ഷൊർണൂറിൽ എത്തുന്ന ട്രെയിനുകളാണ്. ഈ സമയം അങ്ങാടിപ്പുറം നിലമ്പൂർ ഭാഗത്തേക്ക് 100 കണക്കിന് യാത്രക്കാരാണ് നിത്യവും ഉള്ളത്. ഈ യാത്രക്കാർ പുലർച്ചെയുള്ള രാജറാണിക്കായി 5 മണിക്കൂറിലധികം കാത്തിരിക്കേണ്ട സ്ഥിതിയാണുള്ളത്. രാവിലെ കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ്
11:20 നിലമ്പൂരിലേക്ക് പോയാൽ പിന്നീട് 4 മണിക്കൂർ കഴിഞ്ഞ് 2:10 ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് അടുത്ത ട്രെയിൻ പുറപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ യാത്രക്കാർ ട്രെയിൻ സർവീസിനെ ആശ്രയിക്കുന്ന റൂട്ടാണ് ഷൊർണൂർ നിലമ്പൂർ പാത. നിലവിലുള്ള ട്രെയിനുകളിൽ കമ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം കുറവാണ്. മെമു സർവീസ് വൈകാതെ ആരംഭിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. മലപ്പുറത്ത് നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ 14 കേസുകൾ തീർപ്പാക്കി. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട കേസുകളും കമ്മീഷന് മുമ്പാകെ വന്നു. 52 കേസുകൾ അദാലത്തിൽ പരിഗണിച്ചു. 8 കേസുകൾ പോലീസ് റിപ്പോർട്ടിങ്ങിനായി നൽകി. സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് അദാലത്ത് നടന്നത്. അദാലത്തിൽ 52 പരാതികൾ പരിഗണിച്ചു. 14 കേസുകൾ തീർപ്പാക്കി. 30 കേസുകൾ അടുത്ത സിറ്റിംഗിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു. 8 കേസുകൾ പോലീസ് റിപ്പോർട്ടിനായി നൽകി. പ്രായമായ മാതാവിന് ആവശ്യമായ സംരക്ഷണം നൽകാതെ ഇവരുടെ ഭൂമിയും വസ്തുവും മക്കൾ അവകാശം ഉന്നയിക്കുന്നതിന് എതിരെ നൽകിയ പരാതി പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായി RDO ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വിഷയം കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾ വേഗത്തിൽ നടപടികൾ ഉണ്ടാവാൻ കമ്മീഷൻ ശ്രമം നടത്തും. ദീർഘകാലം പ്രവാസിയായിരുന്ന വ്യക്തി തിരികെ വീട്ടിലെത്തിയപ്പോൾ ഇരുകൂട്ടർക്കും മാനസികമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സംഭവത്തിൽ ഇവർക്ക് ആവശ്യമായ കൗൺസിലിംഗിന് വിധേയമാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. ചില എയ്ഡഡ് സ്കൂൾ മാനേജർമാർ തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നതായും പലപ്പോഴും സീനിയോറിറ്റി വരെ പരിഗണിക്കാതെ വേണ്ടപ്പെട്ടവർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ജീവനക്കാരുടെ മേലാണ് കുറ്റം ചാർത്തുക. സ്കൂളിന് ലഭിച്ച സർക്കാർ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട കേസുകൾ കമ്മീഷൻ മുമ്പാകെ എത്തിയിട്ടുണ്ടെന്നും അവ ഉടൻ പരിഗണിക്കുമെന്നും കമ്മീഷൻ അംഗം VR മഹിളാമണി പറഞ്ഞു. അഡ്വക്കേറ്റ് ബീന കരുവാത്ത്, അഡ്വക്കേറ്റ് O സുഹൃതകുമാരി, ഫാമിലി കൗൺസിലർ ഷെറിൻ തുടങ്ങിയവർ അദാലത്തിൽ പങ്കെടുത്തു. കുമരം പുത്തൂർ പയ്യനിടം മേഖലയിലെ കോതറത്തോടിന്റെ പൊട്ടിയ ബണ്ട് അടിയന്തരമായി പുനർനിർമ്മിക്കാൻ ബന്ധപ്പെട്ടവരുടെ യോഗം തീരുമാനിച്ചു. NREGS ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ശാശ്വത പരിഹാരം കാണാനും തീരുമാനമായി. 1 വർഷമായി തകർന്ന ബണ്ട് നന്നാക്കാത്തത് കഴിഞ്ഞ ദിവസം മലബാർ ന്യൂസ് വാർത്ത നൽകിയിരുന്നു. പൊട്ടിയ ബണ്ട് നന്നാക്കാത്തത് വാർത്തയായതിനെ തുടർന്ന് കർഷകർ പ്രക്ഷോഭത്തിന് ഒരുങ്ങിയിരുന്നു. ഇതേ തുടർന്ന് കർഷകരും ജനപ്രതിനിധികളും കൃഷി ഓഫീസറും പങ്കെടുത്ത യോഗത്തിലാണ് ജനപ്രതിനിധികൾ തീരുമാനം അറിയിച്ചത്. കോതറത്തോട് സംരക്ഷണ സമിതിക്ക് രൂപം നൽകുകയും ചെയ്തു. പഞ്ചായത്തിലെ നെച്ചുള്ളി, കാരാപ്പാടം, പയ്യനടം, എടേരം, അക്കിപ്പാടം, മൈലങ്കോട്, കുന്നത്തുള്ളി വാർഡുകളിലെ 150 ഏക്കർ കൃഷിക്ക് ജലസേചനത്തിനായി ഈ തോടിനെയാണ് ആശ്രയിക്കുന്നത്. നെച്ചുള്ളി പടിഞ്ഞാറേക്കര പാലത്തിന് മേൽഭാഗത്ത് ബണ്ട് പൊട്ടിയിട്ട് 1 വർഷം പിന്നിട്ടു. ഇത് കാരണം വെള്ളം കൃഷിയിടത്തിലൂടെയാണ് ഒഴുകുന്നത്. മഴക്കാലത്ത് വെള്ളം കുത്തിയൊഴുകിയും വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെയും കൃഷി നശിക്കുന്ന സ്ഥിതിയാണ്. 10 കിലോമീറ്റർ കൂടുതൽ ദൈർഘ്യമുള്ള തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ കോടികളുടെ ചിലവ് വരും. ഇത്രയും തുക അനുവദിക്കാൻ പഞ്ചായത്തിന് കഴിയില്ല. ഈ സാഹചര്യത്തിൽ NREGS പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യഘട്ടമായി 30 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് മുഖേന വകയിരുത്താൻ കഴിയുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോഡൻ യോഗത്തെ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B പ്രീതിയുമായി ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കും. തോടിന്റെ താഴ്ഭാഗത്ത് തന്റെ വാർഡിൽ ഇത്തരത്തിൽ തുക അനുവദിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുണ്ടെന്നും മുസ്തഫ അറിയിച്ചു. അതോടൊപ്പം MLA, MP, രാജ്യസഭാ MP, കൃഷിവകുപ്പ് എന്നിവരുടെ ഫണ്ടുകളും ഉപയോഗപ്പെടുത്തണമെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു. അടിയന്തരമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൊട്ടിയ ഭാഗത്ത് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രാജനാമ്പാടത്ത് പറഞ്ഞു. ഇതിനായി കർഷകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹായം ഉപയോഗപ്പെടുത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കോതറത്തോട് ബണ്ട് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ മുന്നോട്ട് വന്ന വാർത്തയെ തുടർന്ന് ഈ പ്രദേശത്തിലെ മുഴുവൻ കർഷകരെയും കൂട്ടി ഇവിടെ ഒരു സമിതി കൂടിയതിൻ്റെ ഭാഗമായി അതിന് തീരുമാനങ്ങളാണ് മാധ്യമങ്ങൾ അറിയിക്കുന്നത്. ഇവിടെ ബണ്ട് തകർന്നതിനെ തുടർന്ന് ഇവിടെ കൃഷി ചെയ്യുന്ന മുഴുവൻ കർഷകരും, പ്രത്യേകിച്ച് നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന കർഷകർ വലിയ പ്രയാസത്തിലാണ്. അതുമായി ബന്ധപ്പെട്ട് അതിന് ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഇവിടെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി NREGS പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായി തന്നെ ആ പൊട്ടിയ ഭാഗം, ആ വലിയ പ്രയാസം നേരിടുന്ന പ്രദേശത്ത് ഒരു ബണ്ട് കെട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഇവിടെ എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ആ പൊട്ടിയ ഭാഗത്ത് സന്നദ്ധ പ്രവർത്തകരെ, മറ്റുള്ള കർഷകരെ, നാട്ടുകാരെ മുഴുവൻ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ആ പ്രദേശം തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് കർഷകരെ അറിയിക്കുകയാണ്. കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയും മണ്ണാർക്കാട് ബ്ലോക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളൊക്കെ കർഷകർ കൂടെ നിന്നുകൊണ്ട്
ഇനിയും അതുമായി ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന കർഷകരെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കർഷകരുടെ കൃഷി സംരക്ഷിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിറം നോക്കാതെ ഇടപെടുമെന്ന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PM നൗഫൽ തങ്ങൾ പറഞ്ഞു. നാടിൻ്റെ എല്ലാമാണ് എന്നാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ പൊതുപ്രവർത്തകരും സാംസ്കാരിക നായരൊക്കെ പറയാറുള്ളത്. അത് ശരിയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്, CPMൻ്റെ സമന്വയ നേതാവാണ്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും CPIയുടെയും CMPയുടെയും ഒക്കെ ജനപ്രതിനിധികളും നേതാക്കളും ഇവിടെ ഉണ്ട്. ഞങ്ങളിതിനെ ഒരു ജനകീയ വിഷയമായിട്ടാണ് കാണുന്നത്. പക്ഷെ അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാനും നിറം കൊടുക്കാനും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ പ്രദേശത്തെ കർഷകരോട് ചെയ്യുന്ന അനീതിയാണ്, കൊള്ളരുതായ്മയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാനും രാജനാമ്പാടത്ത് പ്രസിഡന്റും ഒക്കെ പ്രതിദാനം ചെയ്യുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിനാണ് പാർലമെൻറ്റ് അംഗമുള്ളത്. ഞങ്ങൾ ആ നിലയ്ക്ക് എന്ത് ചെയ്യും? അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നോക്കി അതിരും വരമ്പും വാർഡും നോക്കാതെ തന്നാൽ കഴിയുന്ന രൂപത്തിൽ നൂലാമാലകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ പ്രയാസങ്ങളെ തീർത്ത് ജനങ്ങൾക്ക്, അത് ഗതാഗത രംഗത്താണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും, ഇത് ആരെയെങ്കിലും ഉയർത്തി കാണിക്കാനോ താഴ്ത്തി കാണിക്കാനോ പറയുന്നതല്ല. ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഇപ്പം ഞാൻ നിൽക്കുന്ന 5-ാം വാർഡ് അക്കിപ്പാടത്ത് ടെക്നിക്കൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ ഒരു നേട്ടമാണ്. കളിസ്ഥലം വാങ്ങാൻ വേണ്ടി LP സ്കൂള് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വെക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമായ ഒരവസ്ഥയാണ്. യോഗത്തിൽ പ്രസിഡന്റ് രാജനാമ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുസ്തഫ വറോടൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM നൗഫൽ തങ്ങൾ, ഇന്ദിര മടത്തുംപുള്ളി, പഞ്ചായത്ത് അംഗം P അജിത്, കൃഷി ഓഫീസർ P സഫനത്ത് മോൾ, A കുമാരൻ, AK അബ്ദുറഹ്മാൻ, ബേബിരാജ്, A ഗോപാലകൃഷ്ണൻ, അബ്ബാസ്, രാമചന്ദ്രൻ നെടുങ്ങാടി, PG ബാലൻ, സുബൈർ സോണി തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് തോട് സംരക്ഷണ സമിതി രൂപീകരിച്ചു. രാമചന്ദ്രൻ നെടുങ്ങാടി പ്രസിഡന്റ്, യൂസഫ് ഫാർലി വൈസ് പ്രസിഡന്റ്, സെയ്ദലവി സെക്രട്ടറി, അബ്ബാസ് കിഴക്കേതിൽ ജോയിന്റ് സെക്രട്ടറി, PG ബാലൻ ട്രഷറർ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. ഈ പൈനെടുത്തുകാരുടെ പ്രധാന ഒരു സ്രോതസ്സാണ്, കൃഷിക്കാരുടെ കർഷകരുടെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് നിലവിലുള്ള ആ ഒരു കൈത്തോട്. ആ കൈത്തോട് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളും അതുപോലെ കർഷകരും ഉത്തമമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ നിലവിലുള്ള ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളിലേക്ക് എത്തിച്ച് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാം ചുക്കം പിടിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കൂടിയ കമ്മിറ്റിയുടെ തീരുമാനം. പട്ടാമ്പിയിലെ റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ പ്രഖ്യാപിച്ച പ്രതിഷേധ പരിപാടികൾ മാറ്റിവെച്ചു. കഴിഞ്ഞ ദിവസം റോഡ് വിഷയത്തിൽ മുഹമ്മദ് മൂസിൻ MLA-യുടെ നേതൃത്വത്തിൽ വ്യാപാരികളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമര പരിപാടികൾ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബന്ധപ്പെട്ടവർ റോഡ് വിഷയത്തിൽ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. വ്യാപാര വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിലെ റോഡ് തകർച്ചയ്ക്കെതിരെ തിങ്കളാഴ്ച നിൽപ്പ് സമരം പ്രഖ്യാപിച്ചത്. എന്നാൽ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം മുഹമ്മദ് മൂസിൻ MLA വ്യാപാരികളുമായി ചർച്ച നടത്തിയിരുന്നു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു യോഗം. റോഡ് തകർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും നവീകരണ പ്രവൃത്തികൾ വേഗത്തിലാക്കാനാവശ്യമായ കാര്യത്തിലും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ബന്ധപ്പെട്ടവരുടെ ഉറപ്പിന്മേലാണ് പ്രതിഷേധ പരിപാടികൾ താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നതെന്നും വ്യാപാര വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഴ മാറി നിൽക്കുന്നതോടെ മേലെ പട്ടാമ്പി അലക്സ് തിയേറ്റർ മുതൽ ടൗൺ വരെയുള്ള റോഡിലെ കുഴികളിലെ റീടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്തി ഗതാഗത യോഗ്യമാക്കും. ചെർപ്പുളശ്ശേരി റോഡ് ജംഗ്ഷനിൽ നിന്നുള്ള പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് ലഭിച്ച ഉറപ്പ്. പട്ടാമ്പി റോഡിലെ അവസ്ഥ കാണിച്ചുകൊണ്ട് ഒരു നിൽപ്പ് സമരം എന്ന ഒരു സമര പരിപാടിയുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട പട്ടാമ്പി MLA ശ്രീ മുഹമ്മദ് മൂസിൻ അവർ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ KRFB, PWD, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി, നിലവിൽ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്ടർ അടക്കമുള്ള നഗരസഭ അടക്കമുള്ള നഗരസഭയുടെ ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും നമ്മുടെ പ്രശ്നങ്ങളല്ല, സ്വാഭാവികമായിട്ടും പട്ടാമ്പി പ്രദേശത്തൂടെ പോകുന്ന എല്ലാവരുടെയും, പട്ടാമ്പിക്കാരുടെ എന്നുള്ളതിലുപരി പട്ടാമ്പി പ്രദേശത്ത് പോകുന്ന എല്ലാവരുടെയും വിഷയമെന്ന രീതിയിൽ അതിനെ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച സമയത്ത് നമ്മളുടെ ഒരു ആവശ്യം എന്നുള്ള രീതിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുക. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതിനൊരു മറുപടി പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവരൊരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ ചോദിച്ചു. പക്ഷെ നമുക്ക് അവിടെ പറയാൻ ഉള്ള ഒരു കാര്യം ഉണ്ടായിരുന്നത്,
നിലവിൽ മേലെപ്പട്ടാമ്പി ചെറുപ്പശ്ശേരി റോഡ് ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് പരിസരം വരെയുള്ള ടൗണിലെ റോഡ് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അതിനെ എത്രയും പെട്ടെന്ന് അത് നല്ല രീതിയിൽ, കാരണം ഇപ്പോഴും അവിടെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ എന്നിരുന്നാലും സ്ഥിരമായിട്ട് നല്ല രീതിയിൽ അത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം, ഒരു ടാറിങ് ഉൾപ്പെടെയുള്ള ഒരു കാര്യം നടത്തണമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നിലവിൽ വളരെ ഏറെ കാലമായിട്ട് നീണ്ടുപോകുന്ന ഈ ഒരു നിള-IPT റോഡിന്റെ പ്രവർത്തനം ദ്രുതഗതിയിലാക്കിക്കൊണ്ട് വ്യാപാരികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഇതിലൂടെ യാത്ര ചെയ്യുന്നവർക്കും പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് അത് പര്യവസാനിപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 2-2.5 മണിക്കൂറോളം അതിന്റെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ളവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ ഒരു ഉറപ്പ്, ഈ 2 ദിവസം, അതായത് ഇപ്പൊ നിലവിൽ നമുക്കൊക്കെ അറിയാം, നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ സമാനമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മഴയൊന്ന് മാറുന്ന ഒരു സാഹചര്യം വന്നാൽ 2 ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് മേലെപ്പട്ടാമ്പി അലക്സ് മുതൽ ബസ് സ്റ്റാൻഡ് പരിസരം വരെയുള്ള എല്ലാ കുഴികളടങ്ങുന്ന ഭാഗം ഫില്ല് ചെയ്തുകൊണ്ട്, ടാർ ചെയ്തുകൊണ്ട്, അതിന്റെ പാച്ച് വർക്ക് ചെയ്തുകൊണ്ട് അതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കാമെന്നുള്ള ഒരു ഉറപ്പ് ഒന്ന് പ്രധാനമായിട്ട്. നൽകിയ ഉറപ്പിന്മേൽ വ്യതിചലനമുണ്ടായാൽ സമരപരിപാടികളുമായി വ്യാപാരികൾ രംഗത്തിറങ്ങുമെന്നും ഇവർ വ്യക്തമാക്കി. ടൗണിലെ റോഡ് വിഷയം വ്യാപാരികളുടെ മാത്രം പ്രശ്നമല്ലെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. വാർത്താസമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി, സെക്രട്ടറി ആർ സന്തോഷ്, ട്രഷറർ അബുലൈസ്, മറ്റു നേതാക്കളായ സിദ്ദിഖ്, അബ്ദുൾ സത്താർ, ഹനീഫ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ മേലെ കൊടക്കാട് ഭാഗത്ത് മഴവെള്ളം പാതയിലൂടെ ഒഴുകുന്നത് അപകടങ്ങൾക്ക് കാരണമാകുന്നു. നിയന്ത്രണം വിട്ട കാർ കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനിയെ ഇടിച്ചിരുന്നു. ബ്രേക്ക് ഇട്ടപ്പോൾ റോഡിലെ വെള്ളം കാരണം വാഹനം തെന്നി പാതയ്ക്കരികിലേക്ക് നീങ്ങിയതാണ് അപകടത്തിന് കാരണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. വർഷങ്ങൾക്ക് മുന്നേ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയുടെ വീതി കൂട്ടിയുള്ള നവീകരണം നടന്നുവെങ്കിലും കൊടക്കാട് നാട്ടുകൽ ഭാഗങ്ങളിൽ അഴുക്കുചാൽ നിർമ്മിച്ചിട്ടില്ല. വർഷക്കാലമായാൽ പാതയിൽ കിലോമീറ്ററുകളോളം ദൂരം വെള്ളമൊഴുകുന്നത് പതിവ് കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം മേലെ കൊടക്കാട് ഭാഗത്ത് നടന്ന അപകടത്തിന്റെ CCTV ദൃശ്യമാണിത്. കാർ ബ്രേക്ക് ഇട്ടപ്പോൾ റോഡിലെ വെള്ളം കാരണം തെന്നി നിയന്ത്രണം നഷ്ടമായി പാതക്കരികിൽ നിന്ന വിദ്യാർത്ഥിനിക്ക് നേരെ പാഞ്ഞെടുത്ത വാഹനം കുട്ടിയെ ഇടിച്ചിട്ടു. ഭാഗ്യം കൊണ്ടാണ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത്. ദേശീയപാതയുടെ നവീകരണം ദീർഘവീക്ഷണമില്ലാതെ നടത്തിയതാണ് നിലവിലെ വെള്ളക്കെട്ടിനു കാരണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ EP രാജേഷ് പറഞ്ഞു. 1 കിലോമീറ്റർ അപ്പുറത്തു നിന്നുള്ള വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ ശക്തമായി വന്ന് ഇവിടെ കെട്ടി നിൽക്കുകയും ദിനംപ്രതി അപകടമുണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ഒരു ദിവസം ബസ് കാത്തു നിന്നിരുന്ന ഒരു കുട്ടിയുടെ നേരേക്ക് ഒരു കാറ് നിയന്ത്രണം തെറ്റി അപകടമുണ്ടാകുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. വളരെ അത്ഭുതകരമായിട്ടാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അതുമാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും ഈ വെള്ളക്കെട്ട് കാണുന്ന കാരണം അപകടങ്ങൾ നിത്യസംഭവമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ പരാതി നൽകിയിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായൊരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. വെള്ളക്കെട്ട് പാതയിൽ കുഴികൾ രൂപപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട്. മലബാർ സൗഹൃദവേദി ഏർപ്പെടുത്തിയ ഗുരുശ്രേഷ്ഠ പുരസ്കാരം K. ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് ആഗസ്റ്റ് 23 വൈകുന്നേരം 3 മണിക്ക് ചെർപ്പുളശ്ശേരിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പുരസ്കാരം സമർപ്പിക്കും. കലാകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ മലബാർ സൗഹൃദവേദി നൽകിവരുന്ന ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് ചെർപ്പുളശ്ശേരി കാരന്തോടി ബാലകൃഷ്ണൻ അർഹനായതായി വേദി കൺവീനർ ബിജുമോൻ പന്തിരുകുലം, KR രവി, വൈസ് പ്രസിഡന്റ് TP ഹരിദാസൻ, സെക്രട്ടറിമാരായ ദിനേശൻ എഴുന്തല, ഗോപൻ എഴക്കാട് എന്നിവർ അറിയിച്ചു. ചെർപ്പുളശ്ശേരിയിലെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹ്യ, ജീവകാരുണ്യ, വിദ്യാഭ്യാസ മേഖലയിലെ സജീവമായ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ, ഡോക്ടർ A. ഷാജി ഗഫൂർ, ഡോക്ടർ അമൃതം കൃഷ്ണദാസ് എന്നിവരടങ്ങിയ പുരസ്കാര നിർണയ സമിതി വിലയിരുത്തി. 10,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ആഗസ്റ്റ് 23 വൈകുന്നേരം 3 മണിക്ക് ചെർപ്പുളശ്ശേരിയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സമർപ്പിക്കും. ചടങ്ങിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക, വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. കോട്ടോപ്പാടം കച്ചേരിപ്പറമ്പ് പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്നവർക്ക് കച്ചേരിപ്പറമ്പ് കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകി. സ്വീകരണ യോഗം DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. കച്ചേരിപ്പറമ്പ് പ്രദേശത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് വന്ന 100ഓളം പേർക്കാണ് സ്വീകരണം നൽകിയത്. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഇവരെ ഷോൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മറ്റു വാർഡുകൾ 300-400 വോട്ടുകൾ, ആ വിജയം നിശ്ചയിക്കാവുന്ന വോട്ടുകൾ ഇവിടെ നമ്മുടെ വാർഡിലുണ്ടാവും.
അപ്പൊ ദൈവം എല്ലാ ശുഭാപ്തമാണെന്ന് വിശ്വസിച്ചിരിക്കരുത്. നമ്മളെല്ലാം നമുക്ക് ജനങ്ങൾ അനുകൂലമാണെങ്കിൽ പോലും ഇവരുടെ കുതന്ത്രത്തിന്റെ ഈ എൽഡിഎഫുകാരുടെ കുതന്ത്രത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ സിദ്ധമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾക്ക് അബദ്ധം വന്നു പോകും. പ്രവാസി കോൺഗ്രസ് മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി.കെ. ഇപ്പു അധ്യക്ഷനായി. കെ.പി.സി.സി സെക്രട്ടറി ബാബുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി നൌഫൽ താളിയിൽ, ഡി.സി.സി ജനറൽ സെക്രട്ടറി അഹമ്മദ് അഷറഫ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, കോട്ടോപ്പാടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉമ്മർ മനിച്ചിത്തൊടി, പ്രവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സക്കീർ തയ്യിൽ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ.ജി. ബാബു, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ലൈല, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു, മണികണ്ഠൻ വടിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ശ്രീകൃഷ്ണപുരം ലൈബ്രറി സ്വീറ്റിന്റെ വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പെരുമാങ്ങോട് അങ്കണവാടിയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വീട്ടമ്മമാർക്ക് പുസ്തകങ്ങൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ണമ്പറ്റ ഭാരതി വായനശാലയുടെ നേതൃത്വത്തിൽ പണ്ട് നമ്മൾ നടത്തിയിരുന്നു. രാധ ചേച്ചിയായിരുന്നു അതിന്റെ ലൈബ്രറിയൻ. എല്ലാ വീടുകളിലും പുസ്തകം കൊടുത്തുകൊണ്ട് അവർ വായിച്ചു കഴിഞ്ഞ് തിരിച്ചത് വാങ്ങിക്കുകയും വീണ്ടും അവർക്ക് പുസ്തകം കൊടുക്കുകയും അതൊരു പുതിയ തുടക്കം. കാരണം എല്ലാ വീടുകളിലും വായനാശീലം വളരുക എന്ന ലക്ഷ്യമാണ് ഇതിനുള്ളത്. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ എല്ലാ വായനശാലകളും, നമ്മുടെ പഞ്ചായത്തിൽ നിന്നല്ല എല്ലാ വായനശാലകളിലും ഇത് മാതൃകാപരമായി നടത്താൻ സാധിക്കട്ടെ. നമ്മുടെ ലൈബ്രറി സീറ്റിന്റെ നേതൃത്വത്തിലും ഒരു 1000-2000 കുടുംബങ്ങളിൽ നമുക്ക് പുസ്തകം കൊടുക്കുകയും അത് അവർക്ക് നല്ല രീതിയിൽ വായിക്കുകയും വായനാശീലം വളരുന്നതിന് വേണ്ടിയിട്ട്. കാരണം പുസ്തകം എല്ലാവർക്കും നമുക്കറിയാം, വായന ചെയ്യണമെന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം. പക്ഷെ അറിയാത്തതിന്റെ കുഴപ്പമൊന്നുമല്ല, പക്ഷെ വായിക്കാനുള്ള സമയം കണ്ടെത്തലാണ് പ്രശ്നം. സാർവത്രിക വിദ്യാഭ്യാസത്തിൻ്റെയും സമ്പൂർണ്ണ സാക്ഷരതയുടെയും അടിത്തറയിൽ കേരളം ഒരു വിജ്ഞാന സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും സാമൂഹിക മാറ്റത്തിലേക്ക് നയിക്കാനുള്ള വായനാ വിപുലീകരണം വൈജ്ഞാനിക വിപ്ലവത്തിന് കരുത്തേക്കുമെന്നും ഉദ്ഘാടനം ചെയ്ത പ്രസിഡന്റ് സി രാജിക പറഞ്ഞു. സാഹിത്യകാരൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ.പി. സുധീർ പദ്ധതി വിശദീകരണം നടത്തി. മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ സാമൂഹ്യ വിപത്തുകൾക്കെതിരെ കൂട്ടായ്മകൾ രൂപീകരിക്കാനുള്ള ലൈബ്രറി സ്വീറ്റിൻ്റെ ലഘുലേഖ സി രാധാകൃഷ്ണൻ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, വാർഡ് അംഗം എം ഗിരിജ, സി.എ. ശങ്കരനാരായണൻ, എം.കെ. ദേവി, ലൈബ്രറി സെക്രട്ടറി എ.പി. കേലു, വി. ഗോപാലകൃഷ്ണൻ, എൻ. വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പിനായി വാഹനം നൽകി. വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.എം. ഹനീഫ നിർവഹിച്ചു. എലുമ്പലാശ്ശേരി FHCയിൽ നടന്ന ചടങ്ങിൽ എൻ. സാജിറ അധ്യക്ഷത വഹിച്ചു. കെ. അനസ്, കെ. ഷൗക്കത്ത്, വിജിത സി, രുക്മിണി, ഡോക്ടർ ഭരത്, ഡോക്ടർ ഇന്ദു, ഡോക്ടർ ഹരിത, വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ എം. മണികണ്ഠൻ, ശിവദാസൻ, CP സാദിഖ്, ഉണ്ണി, വിപിൻ, അലി, ബാബു തെങ്ങുംതോട്ടം, ചിലമ്പിൻ മുരളീധരൻ, EK ജസീൽ, ഗോപാലകൃഷ്ണൻ, സെബിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു സംഭവമാണ്. 8 ലക്ഷം രൂപ ചെലവഴിച്ച് 2 ആശുപത്രിയുടെ 2 വില്ലേജിൽ നമ്മൾ പാലിയേറ്റീവ് നടത്തിക്കൊണ്ടുവരിക. പക്ഷേ ദൈനംദിനം നമുക്കറിയാലോ, ഡീസൽ വില കൂടുകയാണ്. അപ്പോൾ ഇതിന്റെ വാഹനത്തിന്റെ ചാർജ് കൂട്ടണം, ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കണം, മറ്റു മെഡിസിൻ്റെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് 8 പോരാ, 10 ലക്ഷം രൂപയാക്കി ഉയർത്തും. 10 ലക്ഷം രൂപ ഒരു പാലിയേറ്റീവ് യൂണിറ്റിന് വെക്കുമ്പോൾ രണ്ടാമത് പാലിയേറ്റീവ് യൂണിറ്റിന് സെയിം എമൗണ്ട് തന്നെ വെച്ച് ഏകദേശം 18 ലക്ഷം രൂപയുടെ മേലെ ഉള്ള ഒരു തുക ചെലവഴിച്ച് 2 പാലിയേറ്റീവ് തുടങ്ങാം, 2 പാലിയേറ്റീവ് യൂണിറ്റ് തുടങ്ങാം എന്നുള്ള നമ്മൾ തീരുമാനമാണ്. അത് ബോർഡിലേക്ക് വരികയും ബോർഡിൽ വളരെ എല്ലാവരും, എല്ലാ അംഗങ്ങളും 18 പേരും ഒരുമിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ 2 പാലിയേറ്റീവ് യൂണിറ്റ് പാലക്കാട് ജില്ലയിൽ തന്നെ 2 പാലിയേറ്റീവ് യൂണിറ്റുള്ള ആദ്യ പഞ്ചായത്തായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് മാറി. 3 മാസത്തിനിടെ ഹാട്രിക് ഭാഗ്യം നേടി ഒറ്റപ്പാലത്തെ വി രാജൻ ലോട്ടറി ഏജൻസി. 3ാം തവണയും 1 കോടി സമ്മാനം തേടി എത്തിയിരിക്കുകയാണ് വി രാജൻ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന്. വാർത്ത കാണാം. കേരള സംസ്ഥാന ലോട്ടറിയുടെ ഭാഗ്യധാര ലോട്ടറിയാണ് ഇത്തവണ വി രാജൻ ലോട്ടറി ഏജൻസിക്ക് 1ാം സമ്മാനമായ 1 കോടി രൂപ നേടിക്കൊടുത്തത്. BJ 469412 എന്ന ടിക്കറ്റിനാണ് 1ാം സമ്മാനം അടിച്ചത്. 3 മാസത്തിനിടെ ഇത് 3ാം തവണയാണ് 1ാം സമ്മാനമായ 1 കോടി വി രാജൻ ലോട്ടറി ഏജൻസിയെ തേടിയെത്തുന്നത്. മെയ് 8, 9 തീയതികളിലായി തുടർച്ചയായി 1 കോടി രൂപ വീതം സമ്മാനമായി അടിച്ചിരുന്നു.
ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ചയും ഭാഗ്യദേവത വി രാജൻ ലോട്ടറി ഏജൻസിയെ കടാക്ഷിച്ചിരിക്കുന്നത്. ഭാഗ്യശാലിയെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ടിക്കറ്റ് ചില്ലറ വിൽപ്പനക്കാർക്കാണ് വിൽപ്പന നടത്തിയിട്ടുള്ളത്. മൂന്നാം തവണയും ഭാഗ്യദേവത കടാക്ഷിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വി രാജൻ പറഞ്ഞു. ലോട്ടറിയിൽ വീണ്ടും മൂന്നാമത്തെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നു. ഈ പുതിയ ലോട്ടറി ഇറങ്ങി ഒരു മാസം മൂന്നാം വാങ്ങിക്കൊടുക്കാൻ സാധിച്ചാൽ ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും വലിയ അനുഗ്രഹമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ പുതിയ ലോട്ടറി ഇറങ്ങി 2 മാസമേ ആയിട്ടുള്ളൂ. മൂന്നാമത്തെ വീണ്ടും വി രാജൻ ലോട്ടറി എന്ന ഈ സ്ഥാപനത്തിൽ വീണ്ടും മൂന്നാമത്തെ 1 കോടി അടിച്ചിരിക്കുന്നു. ഈ ലോട്ടറിയുടെ പിന്നിൽ ഇവിടുത്തെ ഒറ്റപ്പാലത്തെ എല്ലാവരുടെയും വലിയ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് എന്നും കിട്ടിയിട്ടുള്ളൂ. ഇപ്പോഴും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. കുറ്റിക്കോട് ശാഖ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 70 വയസ്സ് തികഞ്ഞ പ്രസ്ഥാന ബന്ധുക്കളെയും പരിപാടിയിൽ ആദരിച്ചു. കുറ്റിക്കോട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ അധ്യക്ഷൻ മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം KKA അസീസ് മുഖ്യപ്രഭാഷണം നടത്തി. ഹരിത ജില്ലാ ചെയർപേഴ്സൺ ലബീബ മുഹമ്മദ് സംസാരിച്ചു. വാണിജ്യ വാർത്തകൾ. ഗുണമേന്മയുള്ള സ്റ്റേഷനറി, വെജിറ്റബിൾസ്, ഗ്രോസറി, ഫ്രൂട്ട്സ് തുടങ്ങിയവ വിലക്കുറവിൽ ലഭ്യമാക്കിക്കൊണ്ട് KAH സ്റ്റോഴ്സ് ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ KSEBക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലക്കിടി സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. 1000 രൂപയുടെ പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം നേടാനുള്ള അവസരവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന അമ്പലപ്പാറയുടെ മണ്ണിലാണ് സ്റ്റേഷനറി, വെജിറ്റബിൾസ്, ഗ്രോസറി, ഫ്രൂട്ട് ഐറ്റംസുമായി KAH സ്റ്റോഴ്സ് ഒറ്റപ്പാലം അമ്പലപ്പാറ റോഡിൽ KSEBക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചത്. വ്യാപാര മേഖലയിൽ 3 പതിറ്റാണ്ടിന്റെ പരിചയസമ്പത്തുമായി ആരംഭിച്ച അമ്പലപ്പാറയിലെ ആദ്യ സംരംഭം സയ്യിദ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലക്കിടി നാടിന് സമർപ്പിച്ചു. വ്യാപാരി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നാട്ടുകാരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. തുടർന്ന് ആദ്യ വിൽപ്പനയും നടന്നു. ഗുണമേന്മയുള്ള സ്റ്റേഷനറി ഐറ്റംസ്, ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രോസറി ഐറ്റംസ് തുടങ്ങിയവ ഏറ്റവും വിലക്കുറവിലാണ് KAH സ്റ്റോഴ്സിലൂടെ ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. കൂടാതെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി ഐറ്റംസ്, ഡേറ്റ്സ് ആൻഡ് നട്ട്സ് തുടങ്ങിയവയും KAH സ്റ്റോഴ്സിൽ ലഭ്യമാണ്. കൂടാതെ ഓരോ 1000 രൂപയുടെ പർച്ചേസിന് ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ 1ാം സമ്മാനം നേടാനുള്ള അവസരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. 2ാം സമ്മാനമായി 2 പേർക്ക് മിക്സിയും 3ാം സമ്മാനമായി 3 പേർക്ക് സീലിംഗ് ഫാനുമാണ് നറുക്കെടുപ്പിലൂടെ നൽകുന്നത്. കൂടാതെ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഹോം ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചെർപ്പളശ്ശേരിയിലുള്ള അൽ അമീൻ ബനാന വെജിറ്റബിൾസ്, AMH സൂപ്പർ മാർക്കറ്റ്, KAH വെജിറ്റബിൾസ്, KRA വെജിറ്റബിൾസ് ആൻഡ് ബനാന, നെല്ലായ, വല്ലപ്പുഴ, പട്ടാമ്പി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള KH പവർ ടൂൾസ് സെയിൽസ് ആൻഡ് റെന്റ് തുടങ്ങിയവയും സഹോദര സ്ഥാപനങ്ങളാണ്.
എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി സ്ഥാപന ഉടമ പറഞ്ഞു. അമ്പലപ്പാറ ഒറ്റപ്പാല റോട്ടിലെ KH സ്റ്റോർ എന്ന സ്ഥാപനം ഇന്ന് രാവിലെ 9 മണി മുതൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പലചരക്ക്, സ്റ്റേഷനറി, വെജിറ്റബിൾ, ഫ്രൂട്ട്സ് മിതമായ നിരക്കിൽ നൽകപ്പെടുന്നതാണ്. മാന്യ ഉപഭോക്താക്കൾ ഞങ്ങളുമായി സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കീഴാറ്റൂർ ഒറവംപുറത്ത് തെരുവുനായ വട്ടം ചാടി ബൈക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ഒറ്റപ്പാലം മീറ്റ്നയിൽ മത്സ്യം പിടിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താനായില്ല. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പാർപ്പിട പദ്ധതിക്ക് സമാനതകളില്ലെന്ന് മന്ത്രി MP രാജേഷ്. മാലിന്യ നിർമ്മാർജ്ജനം എല്ലാവരുടെയും ഉത്തരവാദിത്വമെന്നും മന്ത്രി. പെരിന്തൽമണ്ണ മുനിസിപ്പൽ ടൗൺ ഹാൾ നാടിന് സമർപ്പിച്ചു. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് കോൺഗ്രസ് നേതാക്കളാണെന്ന സത്യം പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്താലും ജനമനസ്സുകളിൽ നിന്ന് മായ്ക്കാനാവില്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. മപ്പാട്ടുകരയിൽ വെള്ളക്കെട്ടിന് കാരണമാകും വിധം സ്വകാര്യ വ്യക്തികൾ അടച്ച ഓവുചാൽ പോലീസിന്റെ സഹായത്തോടെ പഞ്ചായത്ത് അധികൃതർ തുറന്നു. ശക്തമായ കാറ്റിൽ തുവ്വൂരിൽ റെയിൽവേ പാതയുടെ സമീപം തേക്ക് മരങ്ങൾ കടപുഴകി വീണ് പുറത്തിറങ്ങാൻ കഴിയാതെ 18 കുടുംബങ്ങൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.